ആ അത് വലുതാ വരാൻ തന്നെയാണോ? ഫസ്റ്റ് മീനാണ് നമുക്ക് 2025 ലാസ്റ്റ്. ഇന്ന് മീൻപിടുത്തം തീരുവാണ് ഈ വർഷത്തെ. അപ്പം ഫസ്റ്റ് മീൻ അടിച്ചേക്കാണ്. ഒരു 3/4 കിലോ സൈസ് കാണും. വളർത്തുവരാലാണ്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരല്ല. നമുക്ക് ഇവനെ വലയ്ക്കകത്താക്കിയിട്ട് അടുത്ത മീനെ പിടിക്കാം. സെക്കൻഡ് ഫിഷാണ്. അത് വരല്ലേ? ചിക്കൊടിഞ്ഞ് അല്ല റീലൊടിഞ്ഞ് റീലൊടിഞ്ഞ് റീലൊടിഞ്ഞ്. ആ മറ്റേ ഒട്ടിച്ചെടുത്തു തന്നെ. വരാനടിച്ച് നമ്മുടെ റീലൊടിഞ്ഞ് പോയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഒന്ന് ഒടിഞ്ഞായിരുന്നു. ഒടിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും ഒടിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവനെ മാറ്റുകയാണ്. നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റീല് ടെബനായിരുന്നു. നമ്മളിനി മാറ്റി നാളെ വേറെ റീൽ എടുക്കുന്ന ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ സ്റ്റിക്കയിലുള്ള ചൂണ്ടടിയിൽ ഇവിടം കൊണ്ട് തീരുകയാണ്. പോയോ? അടുത്തത് നല്ല സൂപ്പർ ഹുക്കപ്പ്. കൈ പോകല്ലേ? എന്താ ബ്രാവോ ബേബി ക്രോസ്. അപ്പോൾ ഫസ്റ്റ് ചൂണ്ടടിയിൽ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു ഫ്രോഗാണ്.
അതിനടി അടിച്ച് ആടെ അടിച്ച് കയറ്റി കയറി കയറി. വീണ്ടും അടുത്ത വരാല്. ബ്രാവോ ബേബിക്കോ. ഏകദേശം 3/4 കിലോ തന്നെ ഉണ്ട്. സൈസേ സെയിം സൈസ് വരാലുകളാണ് അടിക്കുന്നത്. 3/4 കിലോ സൈസ് വരും. അപ്പോൾ അടുത്ത വരാല് 5ാമത്തെ. അങ്ങനെ അറ്റം പോയി. ഇതാ അടിച്ച് ചെറുതാ. ഇങ്ങോട്ടിട്ട കാപ്പി ഒരു ചെറിയ വരാല്. നമ്മളിങ്ങനെ റിലീസ് ചെയ്യാൻ പോവാണ്. അധികം ഇതാക്കാതെ നമ്മളിങ്ങനെ റിലീസ് ചെയ്ത് വിടുക. അതിനെടുക്കണം. ഞാൻ കളയാൻ സമ്മതിക്കത്തില്ല. ഇച്ചിരി മുടിക്കും. അടുത്ത വരാലടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ സൈസ് ഉണ്ട്. ഇത് വേറെ താഴെ മേളിലായിട്ടാണ് ഇവിടെ കേൾക്കുന്നത്. കഴിച്ചതല്ല, ഞെക്കിയത് വിട്ടുപോയതാ. ഇതുകൊണ്ട് ജിപ്പർ പെട്ടെന്ന് വിട്ടു പോകുന്നുണ്ട്. മീനുണ്ടാക്കി മീനുണ്ട്. പുല്ലിനിടയിൽ കയറി ഇതിനും വിടത്തില്ല. ഒരു 3/4 കിലോ സൈസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാല്. അപ്പം ബേബി ക്രോസിൽ നമുക്കിപ്പം 7ാമത്തെ. നല്ല ഉറക്കമില്ല. ഡിപ്പർ തെന്നിപ്പോ നോക്കണം. ഡിപ്പർ തെന്നുന്നുണ്ട്. നന്നാക്കി പോയി. ഇത് നാടനാ. മഞ്ഞ കളറാണ്. നാടനെ ആ കളർ എടുത്തുള്ളൂ. ഇട്ട് പാപ്പില്ലേ വിട്ട ഇവിടെ താഴ്ച മാത്രമേ ഉള്ളൂ. മഞ്ഞ കളർ ഇല്ലാത്ത ഇടുമായിരുന്നു. ചെറുപ്പ് ഈ വലിയ അടിച്ച് അടിച്ച് അത് അത് തന്നെ അടിച്ച് ഇപ്പത്തോട്ടെ ചെറുതാണോ പേരില്ല. നീ താത്തിട്ടാ ആണമ്പരല്ലേ നാടന
ഞാൻ വല കൊടുക്കട്ടെ ബാക്കി എനിക്ക് ഊരുന്നതിന് മുമ്പ് ആ വീഡിയോ എടുക്ക് എന്നിട്ട് ഒരു ഇല്ല പടച്ചു കഴിഞ്ഞാൽ പോവേ ഞാൻ പറഞ്ഞതാ ഏറി അടിയത് ഞാൻ പറയും അടുത്തത് സെയിം സൈസ് നാടൻ വരാല് ഇതിനിട്ടിട്ട് നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചിലപ്പോൾ അടിക്കേ അടിച്ച് പിടിച്ചു കയറ്റാൻ സൈഡിലോട്ട് മാറ്റി അടുത്തത് 10ാമത്തെ ബേബി ക്രോസ് പൊളി. ഇട്ടോ വാപ്പി ഇട്ടോ പിടിച്ചോണ്ട് ജസ്റ്റ് പെടയ്ക്കിട്ടോ കിട്ടോ. അപ്പം ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇരുട്ടായി. ഇതാ അത്യാവശ്യം നല്ല ഇരുട്ട് വീണ് വരുന്നുണ്ട്. അപ്പോൾ ഇതടിക്കുന്നത് കാശിടാ. അപ്പം കരയിൽ കയറിയിട്ട് നമുക്ക് കിട്ടിയ വരാലിൻ്റെ എല്ലാം വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്ന മീനുകളാണ് ഇതെല്ലാം. 10 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ഇത് മാത്രമേ ഉള്ളൂ ഒരു 1/2 കിലോ സൈസ്. ബാക്കിയെല്ലാം അത്യാവശ്യം സൈസുള്ളതാണ്. ഇത് കണ്ടോ, അത്യാവശ്യം എല്ലാം സൈസുള്ള മീനാണ്.